welcome back to Learning Hub. Let's learn together with Dhanya. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 1 മോഡ്യൂൾ 1ൽ വരുന്ന ടോപ്പിക്സ് ആണ്. നമുക്ക് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ, അതുപോലെ പ്രിൻസിപ്പൽസ് ഓഫ് കോർപ്പറേഷൻ, കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കത് കുറേയൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് വീണ്ടും നമ്മൾ പറയുമ്പോൾ അത് കുറച്ച് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ നമുക്കത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ്യൂൾ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, ഈ ഒരു മോഡ്യൂൾ 1ത്തെ ആദ്യത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മോഡ്യൂൾ 1നകത്ത് വരുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ. നമ്മൾ ഓൾറെഡി സിലബസ് ഡിസ്കഷനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നമുക്ക് നോട്ട്സ് ആയിട്ട് തന്നെ പറയാം. ഇതിലിപ്പം ആദ്യത്തെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും യൂസ്ഫുൾ ആവുക ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് എന്നുള്ളത്. കാരണം നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും ആൻസർ ചെയ്യാം, അങ്ങനെയൊരു രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പം ഇതിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് വിട്ട് കളയരുത്. കാരണം നമുക്ക് PSC എക്സാം ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ അതിൽ ഒരു ലൈൻ പോലും വിട്ട് കളയാതെ നമുക്കത് MCQ ആയിട്ടാവുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ വേർഡ് കോർപ്പറേഷൻ ഡിറൈവ്ഡ് ഫ്രം വിച്ച് ലാംഗ്വേജ്? ഓപ്ഷൻസ് ജർമ്മൻ, ലാറ്റിൻ, ഇറ്റാലിയൻ, ഗ്രീക്ക്. ഓക്കെ, ആൻസർ ഇസ് ലാറ്റിൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ലാറ്റിൻ ആണോ ഗ്രീക്ക് ആണോ എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ആൻസർ ഇസ് ലാറ്റിൻ. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കോഓപ്പററി? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കോഓപ്പററി? ഓപ്ഷൻസ് A, self help and mutual help, B, working together, C, all for one and one for all, D, each for all and all for each. അപ്പം ഇതിൽ ഓപ്ഷൻസ് എന്തിനാണ് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെല്ലാം കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയണം അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിനാണ് ഓപ്ഷൻസും കൂടെ വായിക്കുന്നത്. സോ ഓപ്ഷൻസും കണ്ടു തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം ആൻസർ വർക്കിംഗ് ടുഗെദർ. Okay, option B, working together. What is the meaning of the word co-operary? Co-operary എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. അതിൽ നിന്നാണ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വർക്കിംഗ് ടുഗെദർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോർപ്പറേഷൻ പഠിക്കുമ്പോൾ അതിന്റെ ഒറിജിൻ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു പോരുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, question number 3, what is the meaning of heaven realized on earth related to cooperation? Options A, self-help and mutual help, B, each for all and all for each, C, unselfishness and service to humanity, D, selfless and working together. Okay, അപ്പം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ടേം ആണ് ഹെവൻ റിയലൈസ്ഡ് ഓൺ എർത്ത്. ഓക്കെ, ഭൂമിയിൽ ഉത്ഭവിച്ചിട്ടുള്ളൊരു സ്വർഗം. അപ്പം അത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അതിന്റെ യഥാർത്ഥമായ മീനിങ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി, അൺസെൽഫിഷ്നെസ് ആൻഡ് സർവീസ് ടു ഹ്യൂമാനിറ്റി. ഓക്കെ, അൺസെൽഫിഷ്നെസ് ആൻഡ് സർവീസ് ടു ഹ്യൂമാനിറ്റി, അതാണ് ഹെവൻ റിയലൈസ്ഡ് ഓൺ എർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4, അക്കോർഡിംഗ് ടു ഡാഷ് ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് TN ഹജീല, B, DG കാർവേ, C, JS മിൽ, D, DR ഗാഡ്ഗിൽ. ഓക്കെ, അപ്പം അക്കോർഡിംഗ് ടു ആരാണ് ഈ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? കോർപ്പറേഷൻ ആണ്. ഓക്കെ, കോർപ്പറേഷൻ ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ബിസിനസ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേക രീതിയാണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ഓക്കെ, ആൻസർ TN ഹജീല. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ A, TN ഹജീല ആണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. Question number 5, corporation aims at production of fine human beings. Which aspect of corporation is this? Okay, അപ്പോൾ കോർപ്പറേഷന്റെ ആസ്പെക്ട്സ് നമ്മുടെ സിലബസിൽ കണ്ടിട്ടുണ്ട് അല്ലേ. മൊറൽ ആസ്പെക്ട്, അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്ട് ഒക്കെ. അപ്പം അതിൽ ഏത് ആസ്പെക്ട് ആണ്
കോപ്പറേഷൻ എയിംസ് അറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. അതായത് സഹകരണം ഉന്നം വെക്കുന്നത് നല്ല മനുഷ്യന്മാരെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കലാണ്. ഓക്കെ, കോപ്പറേഷൻ എയിംസ് അറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഇത് ഏത് ആസ്പെക്ട് ആണ്? ഓപ്ഷൻസ്: എ മൊറാൽ ആസ്പെക്ട്, ബി എഡ്യൂക്കേഷണൽ ആസ്പെക്ട്, സി സോഷ്യൽ ആസ്പെക്ട്, ഡി എക്കണോമിക് ആസ്പെക്ട്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ എ മൊറാൽ ആസ്പെക്ട് ആണ്. ഓക്കെ, മൊറാൽ ആസ്പെക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. നെയിം ദ മാൻ ബിഹൈൻഡ് ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാരാണ്? ഓപ്ഷൻസ്: എ ഡി ജി കാർവേ, ബി ടി എൻ ഹജീല, സി ഡി ആർ ഗാഡ്ഗിൽ, ഡി ജെ എസ് മിൽ. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി ഡി ആർ ഗാഡ്ഗിൽ. ഓക്കെ, ഗാഡ്ഗിൽ ആണ് കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള്. ഓക്കെ. Okay, next 7th question. The word principle is derived from dash word and its meaning is dash. Okay, അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, അതിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഏത് വേർഡിൽ നിന്നാണ്? അതിന്റെ മീനിങ് എന്താണ്? ഓക്കെ, ഓപ്ഷൻസ്: എ പ്രിൻസിപ്പിയം ആൻഡ് ബേസിസ്, ബി പ്രിൻസിപ്പിയം ആൻഡ് ബിഗിനിങ്, സി പ്രിൻസിപ്പം ആൻഡ് റൂൾസ്, ഡി പ്രിൻസിപ്പിയം ആൻഡ് റെഗുലേഷൻ. ഓക്കെ, അപ്പം ഇവിടെ പ്രിൻസിപ്പിയത്തിന്റെ സ്പെല്ലിംഗ് എല്ലാം ചേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാത്തിന്റെയും മീനിങ്ങും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രിൻസിപ്പിയം. PRINCIPIUM, പ്രിൻസിപ്പിയം. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ബേസിസ്. ഓക്കെ, സോ ദ വേർഡ് പ്രിൻസിപ്പൽ is derived from the word principium and its meaning is basis. Okay, next is 10th question. According to dash, they are set of rules which govern the life and activity of cooperative organization. Okay, അപ്പം അതെന്ന് പറയുന്നത് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ്. അത് നമ്മുടെ ലൈഫിനെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റിയെയും ഗവേൺ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? ഓക്കെ, ഓപ്ഷൻസ്: എ ഡി ജി കാർവേ, ബി ജെ ബി വെയർബേസ്, സി ജെ എസ് മിൽ, ഡി ജോർജ് ഡേവിഡ് ഓണിക്. ഓക്കെ, അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ ഡി ജോർജ് ഡേവിഡ് ഓണിക്. അദ്ദേഹമാണ് പറഞ്ഞത് they are set of rules which govern the life and activity of cooperative organization എന്ന്. Okay, question number 11. The basic idea behind cooperation is options: A self-help and mutual help, B self-help, C mutual help, D each for all and all for each. Okay, answer is option A self-help and mutual help. Okay, അപ്പോൾ കോപ്പറേഷന്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സെൽഫ്-ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. ഓക്കെ, next is question number 12. A dash institution is a voluntary association of independent economic units organized, capitalized and run by and for its members, providing or marketing goods and services on cost to cost basis to their members. Okay, നമുക്കതിന് ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട കാര്യം തന്നെ ഇല്ല. വോളണ്ടറി അസോസിയേഷൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ എ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇറ്റ് ഇസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് എക്കണോമിക് യൂണിറ്റ്സ് organized, capitalized and run by and for its members, providing or marketing goods and services on cost to cost basis to their members. Okay, question number 13. Dash movement can be an important instrument in furthering the socialist progress. Okay, from socialist progress further ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു important instrument എന്താണ്? Cooperative movement ആണ്. Okay, cooperative movement can be an important instrument in furthering the socialist progress. Okay, next question number 14. Dash is a form of organization wherein persons voluntarily associate together as human beings on the basis of equality for the promotion of economic interest of themselves. Okay, അപ്പം ഇതും നമുക്ക് ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട കാര്യമില്ല. കോപ്പറേഷന്റെ ഡെഫിനിഷൻ ആണിത്. persons voluntarily associate together as human beings on a basis of equality for the promotion of the economic interest of themselves. Answer is option A cooperation ആണ്. Okay, question number 15. Dash is nothing but self-help made effective by organization. ഇതൊക്കെ കോപ്പറേഷന്റെ ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ആൻസർ ഇസ് ഓപ്ഷൻ എ കോപ്പറേഷൻ. കോപ്പറേഷൻ ഇസ് നത്തിങ് ബട്ട് self-help made effective by organization. Okay, next question number 16.
In the words of Dash, cooperation is a form of organization wherein persons voluntarily associate together as human beings on a basis of equality for the promotion of economic interest of themselves. Okay, നമ്മൾ നേരത്തെ കോർപ്പറേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ആ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞിട്ടുള്ളതാണ്? ഓക്കെ, ആരുടെ വേർഡ്സ് ആണ്? കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഫോം ഓഫ് ഓർഗനൈസേഷൻ wherein the persons voluntarily associate together as human beings on the basis of equality for the promotion of economic interest of themselves. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കാം. എച്ച് കൾവേർട്ട്, ബി ഹെറിക്, സി ഹൊറേസ് പ്ലങ്കറ്റ്, ഡി റോബർട്ട് ഓവൻ. ഓക്കെ, അപ്പോൾ ആൻസർ എച്ച് കൾവേർട്ട് ആണ്. ഓക്കെ, കൾവേർട്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ഓർഗനൈസേഷൻ where the persons voluntarily associate together as human beings എന്ന്. ഓക്കെ, next 17th question. A dash has been defined as an economic and social organization of the working people serving not only interest of members but also social progress, which promotes, safeguards and realizes the interest and aspiration of working people. Okay, അപ്പം ഇത് എന്താണ്? ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അപ്പോൾ ആൻസർ ഇസ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് പീപ്പിളിന്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്. അത് അതിലുള്ള മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമല്ല, മറിച്ച് സോഷ്യൽ പ്രോഗ്രസ്, അതായത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടും കൂടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, next question number 18. According to Dash, it is the act of poor persons voluntarily united for utilizing reciprocally their own forces, resources or both under their mutual agreement to their common profit or loss. Okay, അപ്പോൾ ഇത് ആര് പറഞ്ഞതാണ്? അപ്പം കുറച്ച് പാവപ്പെട്ട ആളുകൾ വോളണ്ടറിലി യുണൈറ്റ് ചെയ്ത് അവരുടെ സ്വന്തം ഫോഴ്സ് അവർ റെസിപ്രോക്കലി തിരിച്ച് യൂട്ടിലൈസ് ചെയ്ത് അവരുടെ റിസോഴ്സസ് ഉപയോഗിച്ച്, അതുപോലെ തന്നെ തമ്മിൽ ഒരു മ്യൂച്വൽ മാനേജ്മെന്റ് ഉണ്ടാക്കി അവർക്ക് ഇടയിലുള്ള ഒരു കോമൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ലാഭത്തിനാണെങ്കിലും നഷ്ടത്തിനാണെങ്കിലും ഒരു കോമൺ മ്യൂച്വൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ മാനേജ്മെന്റ് ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കുന്നത് കോർപ്പറേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഓക്കെ, ഓപ്ഷൻസ് ഹെറിക്, ഹൊറേസ് പ്ലങ്കറ്റ്, റോബർട്ട് ഓവൻ, എച്ച് കാൾവേർട്ട്. ഓക്കെ, ആൻസർ ഇസ് ഹെറിക് ആണ്. ഓപ്ഷൻ എ ഹെറിക് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുറച്ച് പാവപ്പെട്ട ആളുകളുടെ ഒരു വോളണ്ടറിലി യുണൈറ്റ്മെന്റ് ആണ് എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, okay, next is question number 19. In the words of Dash, cooperation is nothing but self-help made effective by organization. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഇത് ഫേമസ് വേർഡ് ആണ്. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻസ് എ ഹൊറേസ് പ്ലങ്കറ്റ്, ബി റോബർട്ട് ഓവൻ, സി എച്ച് കാൾവേർട്ട്, ഡി ഹെറിക്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ഹൊറേസ് പ്ലങ്കറ്റ് ആണ്. ഹൊറേസ് പ്ലങ്കറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് കോർപ്പറേഷൻ ഇസ് നത്തിങ് ബട്ട് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. ഓക്കെ, next is 20th question. Dash is a golden means between dash and dash. ഇവിടെ 3 ഡാഷ് ആണ്. Dash is a golden means between dash and dash. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് കൺഫ്യൂസിംഗ് ആണ്, എല്ലാം ഒരേ തന്നെയാണ്, തിരിച്ചും മറിച്ചും തന്നിരിക്കുന്നു. ഓക്കെ, ഓപ്ഷൻസ് എ കോർപ്പറേഷൻ ക്യാപിറ്റലിസം സോഷ്യലിസം, ബി കോർപ്പറേഷൻ സോഷ്യലിസം കമ്മ്യൂണിസം, C cooperation communism capitalism, D all of the above. Okay, answer option A. Okay, cooperation capitalism socialism. അപ്പോൾ cooperation എന്ന് പറയുന്നത് it's a golden means between the capitalism and socialism. Okay, so cooperation എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഇടയിലുള്ള ഒരു അതാണ്. Okay, so cooperation is a golden means between capitalism and socialism. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഇത്രയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നോട്ട്സ് ആയിട്ട് ഇപ്പം കോർപ്പറേഷൻ്റെ ഒക്കെ ഇങ്ങനെ ഇന്നാൾ ഇന്നത് പറഞ്ഞു അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു മോഡലിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും പഠിക്കും, ആര് പറഞ്ഞു എന്നുള്ളതും പഠിക്കും. അതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കുമ്പോൾ. ഓക്കെ, സോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ വീഡിയോ യൂസ്ഫുൾ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.